രാജ്യത്തെ 28 മുഖ്യമന്ത്രിമാരിൽ 14 പേർക്കെതിരെ ഗുരുതര ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുകയാണ് അമിക്കസ് ക്യൂറി. എംപിമാരും MLAമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കെതിരായ ക്രിമിനൽ കേസുകളുടെ വിചാരണ വേഗത്തിലാക്കണമെന്ന ഹർജിയുമായി ബന്ധപ്പെട്ട നടപടികൾക്കിടെയാണ് മുതിർന്ന അഭിഭാഷകനും അമിക്കസ് ക്യൂറിയുമായ വിജയ് ഹൻസാരിയ കോടതിയിൽ ഈ വിവരം അറിയിച്ചത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ കേസുകളുള്ളത്. 89 കേസുകളാണ് അദ്ദേഹത്തിനെതിരെ നിലവിലുള്ളത് എന്നാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിമാർക്കെതിരായ കേസുകളുടെ വിവരങ്ങൾ ജനപ്രതിനിധികൾക്കെതിരായ ക്രിമിനൽ കേസുകളുടെ വേഗത്തിലുള്ള വിചാരണ ഉറപ്പാക്കാനുള്ള സുപ്രീം കോടതി നടപടികളുടെ ഭാഗമായാണ് പുറത്തു വന്നത്. സിറ്റിംഗ് മുൻ MPമാർ, MLAമാർ എന്നിവർക്കെതിരായ ക്രിമിനൽ കേസുകൾ വേഗത്തിൽ പരിഗണിക്കുന്നതിനായി സുപ്രീം കോടതി വർഷങ്ങളായി കേസ് പരിഗണിച്ചു വരികയാണ്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾ പ്രകാരം 28 സംസ്ഥാന മുഖ്യമന്ത്രിമാരിൽ 14 പേർക്കെതിരെയാണ് ക്രിമിനൽ കേസുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പട്ടികയിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. രണ്ടാമത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, 29 കേസുകൾ. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡുവിനും 19 കേസുകൾ വീതം. കേരള മുഖ്യമന്ത്രി VD സതീഷിനെതിരെ 18 കേസുകൾ. ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ 5 കേസുകളിലും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു എന്നിവർ 4 കേസുകൾ വീതവും ഉണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൗധരി എന്നിവർക്ക് 2 കേസുകൾ വീതവും. സിക്കിം മുഖ്യമന്ത്രി PS തമാങ്, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർക്ക് ഓരോ കേസ് വീതവുമാണ് റിപ്പോർട്ടിലുള്ളത്. Waytonikah.com, the exclusive Muslim matrimonial site.